കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിൽ ഒന്നാം പ്രതി ദേവദാസ് അറസ്റ്റിൽ. പെൺകുട്ടി താഴേക്ക് ചാടിയ വാടക വീട്ടിൽ ദേവദാസിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിലെ മറ്റു 2 പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കോഴിക്കോട് മുക്കം മാമ്പറ്റ പീഡനശ്രമ കേസിൽ മുഖ്യപ്രതി ദേവദാസിനെ കുന്നംകുളത്ത് നിന്നാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ കബളിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം എറണാകുളത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കസ്റ്റഡിയിലായത്. തുടർന്ന് പെൺകുട്ടി താഴേക്ക് ചാടിയ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് സമയത്ത് പ്രതിക്ക് നേരെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. CPIM നേതൃത്വം പ്രതിക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ 5 ദിവസമായിട്ട് 5-ാം ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി? ഇത്രയേറെ ജനകീയ രോഷം ഉയർന്നു വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? കൃത്യമായി ഭരണത്തിലുള്ള പാർട്ടിയുടെ ഇടപെടലും അവരുടെ സംരക്ഷണയിലുമാണ് ഈ പ്രതി കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംശയമില്ല. എന്നാൽ പെൺകുട്ടിയുടെ പരാതിയിൽ അന്വേഷണം കാര്യക്ഷമമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് താമരശ്ശേരി DYSP ചന്ദ്രൻ പറഞ്ഞു. മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മറ്റു 2 പ്രതികളെ ഉടൻ പിടികൂടുമെന്നും താമരശ്ശേരി DYSP പറഞ്ഞു. സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ FIR ഇട്ടത്. ആ എഫേർട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ്. ഇനി മറ്റു 2 പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ഉടനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റിലായ പ്രതി ദേവദാസിനെ 11 മണിയോടെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് മലയാളം, കോഴിക്കോട്.